ഒരുപാട് വിശ്വാസങ്ങളും അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങളും മിത്തുകളും ഒക്കെ കൂടിച്ചേർന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ. ഇതൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് അത്ഭുത പ്രവൃത്തികളുടെ കഥയും പലതരം ആൾദൈവങ്ങളുടെ കഥയും ഇവിടെ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് പേര് ആദരവോടെ ഓർക്കുന്ന ഒരാളാണ് താന്ത്യ ഭീൽ എന്ന കൊള്ളക്കാരൻ. ധനികരായ ആളുകളുടെ ഒരു പേടി സ്വപ്നമായിരുന്നു താന്ത്യ എന്ന കള്ളൻ. എന്നാൽ പാവപ്പെട്ടവർക്കും ആദിവാസികൾക്കും അയാൾ ദൈവത്തെ പോലെയായിരുന്നു. നമ്മുടെ കേരളത്തിലെ കായംകുളം കൊച്ചിനൂരെ ഒരു നോർത്ത് ഇന്ത്യൻ വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. വില്ല് എന്നർത്ഥം വരുന്ന ഭീൽ എന്ന ദ്രാവിഡ പദത്തിൽ നിന്നാണ് ആ വാക്ക് ഉണ്ടായത്. വില്ലും അമ്പും തന്നെയായിരുന്നു ഈ ഭീൽമാരുടെ പ്രധാന ആയുധം. അതിനാൽ ആ ആളുകളെ ഭീൽസ് എന്ന് വിളിക്കാൻ തുടങ്ങി. അതേപോലെ ബ്രിട്ടീഷുകാരുടെയും വലിയ തലവേദനയായിരുന്നു ഈ താന്ത്യ ഭീൽ. ഇന്ത്യൻ റോബിൻഹുഡ് എന്നറിയപ്പെട്ടിരുന്ന താന്ത്യ ബ്രിട്ടീഷ് സേനയ്ക്ക് എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. സ്ഥിരമായി ബ്രിട്ടീഷുകാരെ കൊള്ളയടിച്ചിരുന്ന ആളായിരുന്നു താന്ത്യ. ഇങ്ങനെ കൊള്ളയടിച്ചു കിട്ടിയ സമ്പത്ത് ഇന്ത്യയിലെ പാവപ്പെട്ട ഗോത്ര വർഗ്ഗക്കാർക്ക് അദ്ദേഹം വീതിച്ച് നൽകുകയും ചെയ്തു. ഒടുവിൽ സൈകെട്ട ബ്രിട്ടീഷുകാർ താന്ത്യയെ പിടികൂടുന്നവർക്ക് വലിയൊരു സമ്മാനത്തുക പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് താന്ത്യ ഭീലിനെ പിടികൂടാൻ കഴിഞ്ഞില്ല.